നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെള്ളപ്പൊക്കം എന്ന പ്രകൃതി ദുരന്തം ഭൂമിയിൽ വരുത്തിയിട്ടുള്ള ചില നാശങ്ങളെപ്പറ്റി നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ലോകാവസാനത്തിന് കാരണമാകുമെന്ന മഹാപ്രളയത്തെക്കുറിച്ച് പല പുരാണങ്ങളിലും കഥകളുണ്ട്. വിശുദ്ധ ബൈബിൾ മഹാപ്രളയത്തിൻ്റെ കഥ നോഹയുടെ കഥയിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയുടെ കാര്യത്തിൽ വെള്ളപ്പൊക്കം ഒരു കഥയേ അല്ല. മഞ്ഞ നദി എന്നറിയപ്പെടുന്ന അവിടുത്തെ ഹുയാങ്ഹോ നദി എല്ലാ വർഷവും കരകവിഞ്ഞൊഴുകാറുണ്ട്. കഴിഞ്ഞ 3000 വർഷങ്ങളിൽ 1500 വെള്ളപ്പൊക്കങ്ങളാണ് മഞ്ഞ നദി ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആ നദി ചൈനയുടെ ദുഃഖമായി അറിയപ്പെടുന്നു. അവരുടെ ജീവിതത്തിൻ്റെ ദാരുണമായ സംഭവങ്ങളാണ് വെള്ളപ്പൊക്കം മൂലം ചൈനക്കാർ അനുഭവിക്കേണ്ടി വരുന്നത്. 1887 സെപ്റ്റംബർ 28 കൊടും മഴയെ തുടർന്ന് കുതിച്ചുയർന്ന വെള്ളം കരകവിഞ്ഞ് ഏതാണ്ട് 4500 കിലോമീറ്റർ ചുറ്റളവിൽ പ്രളയമായി. പിന്നീടത് 10,000 ചതുരശ്ര കിലോമീറ്ററായി ഉയർന്നു. വീടുകളെല്ലാം നഷ്ടപ്പെട്ട അവിടുത്തെ താമസക്കാരിൽ 9 ലക്ഷം പേര് ആ വെള്ളപ്പൊക്കത്തിൽ മരണമടഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ മറ്റൊരു ദുരന്തം കാത്തിരിക്കുകയായിരുന്നു. കടുത്ത ഭക്ഷ്യക്ഷാമം, 2 വർഷം തുടർച്ചയായ പട്ടിണിയും ഒപ്പം മാറാരോഗങ്ങളും കുറേ പേരുടെ കൂടി ജീവനെടുത്തു. ചൈനയിലെ വെള്ളപ്പൊക്കങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും വലുത് 1931 യാങ്തേസെ നദിയിൽ ആണുണ്ടായത്. 88,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പൂർണ്ണമായും വെള്ളത്തിനടിയിലായ ഈ വെള്ളപ്പൊക്കം അതേ തുടർന്ന് 40 ലക്ഷത്തോളം പേരാണ് മരണമടഞ്ഞത്. 8 കോടിയിലധികം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. രേഖപ്പെടുത്തിയിട്ടുള്ള ദുരന്തങ്ങളിൽ ഏറ്റവും അധികം ആളപായമുണ്ടാക്കിയ ദുരന്തം എന്നാണ് ഈ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത്. നദി കരകവിഞ്ഞു മാത്രമല്ല, കൊടുങ്കാറ്റടിച്ച് കടൽ വെള്ളം കരയിലേക്ക് ഇരച്ചു കയറിയും വെള്ളപ്പൊക്കമുണ്ടാകാറുണ്ട്. 1953 ജനുവരി 31 ഹോളണ്ടിലുള്ള വെള്ളപ്പൊക്കം അത്തരത്തിലൊന്നാണ്. തിരമാലകളെ തടുക്കാൻ കൂറ്റൻ കരിങ്കൽ കെട്ടുകൾ തീരത്ത് ഉയർത്തിയിരുന്നു. പാതിരാത്രി ആയതോടെ ഏകദേശം 144 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കാൻ തുടങ്ങി. കരിങ്കൽ കെട്ടുകളൊക്കെ ഭേദിച്ച് തിരമാലകൾ ഉയർന്നു. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ബെൽജിയത്തിൻ്റെയും ഒക്കെ ഹെലികോപ്റ്ററുകളെത്തി. ആയിരക്കണക്കിനു പേർ ആ ദുരന്തത്തിൽ മരണമടഞ്ഞു. ചൈനയേക്കാൾ വെള്ളപ്പൊക്കങ്ങളുടെ ഭീകരത അനുഭവിക്കുന്ന